ക്ലോഡ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ക്ലോഡ്? ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് ആണ്, അതേപോലെ ഒരു ചാറ്റ് ബോട്ട് എന്ന് പറയാം. പക്ഷേ നോർമൽ ചാറ്റ് ബോട്ട് പോലെയല്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതൊരു ആൻസർ തരുന്നു. അത് മാത്രമല്ല ക്ലോഡിന്റെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ക്ലോഡിന് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം ക്ലോഡിനെ നമുക്കൊരു കഴിവേറി എന്ന് വിളിക്കാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് ആ ക്ലോഡിന്റെ കഴിവുകൾ അല്ലെങ്കിൽ കാപ്പബിലിറ്റീസ്, അതേപോലെ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ക്ലോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണാം. ഇൻട്രൊഡക്ഷൻ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ബെനിഫിറ്റ് ഓഫ് യൂസിങ് ക്ലോഡ്. അപ്പം ഒന്നാമത്തെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു ടേം ഞാൻ പറയാം. ഇറ്റ്സ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ എ ഐ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം സാധാരണ എ ഐ ടൂൾസിനോടൊക്കെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അത് തരുന്ന ഔട്ട്പുട്ട് ചിലപ്പം മ്ലേച്ഛമായ രീതിയിലൊക്കെ ഔട്ട്പുട്ട് തരും. അതായത് എന്തെങ്കിലും ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അൺഎത്തിക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ആ ചാറ്റ് ജി പി ടി ഒക്കെ പണ്ട് വന്നത്തെ ടൈമിൽ അങ്ങനെയും തരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരാളെ തെറി വിളിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറി ഫോമിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ക്ലോഡ് പറയുന്നതെന്ന് വെച്ചാൽ, ക്ലോഡിൻ്റെ കമ്പനി അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഈ എ ഐ ടൂൾസിൻ്റെ ഹൈ ലെവൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള എന്താ പറയുക, ടോണിലോ അല്ലെങ്കിൽ ഈ ഒരു മ്ലേച്ഛമായ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല ആണ് ഇവർ പറയുന്നത്. അതിനാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ എ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതാണ് ക്ലോഡിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ട് അവർ നല്ല രീതിയിൽ നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ടോണിൽ നമുക്ക് ഇങ്ങോട്ട് ഒരു മറുപടി കിട്ടില്ലേ, ഈ ഒരു സാധനം നിങ്ങൾക്ക് ക്ലോഡിൽ എക്സ്പെക്ട് ചെയ്യാം. വേറൊരു കാര്യം ഞാൻ ഇനീഷ്യലി പറഞ്ഞു, ക്ലോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട് അല്ല, ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ കഴിവൊക്കെ പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബുക്ക് അപ്ലോഡ് ചെയ്തു, അതിൻ്റെ എനിക്ക് സമ്മറി കിട്ടണം, അത് ചെറിയ ഫോമിൽ കിട്ടണം. അപ്പോൾ സമ്മറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോഡ് അടിപൊളിയാണ്. അതേപോലെ വെബ് സെർച്ച്, ക്രിയേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് റൈറ്റിംഗ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ കോഡിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലോഡ് വളരെ വളരെ ഉപകാരപ്പെട്ടതാണ്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഈ ക്ലോഡ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് ഇവരുടെ പ്ലാൻസ്. അതായത് അവർക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഫ്രീ പെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ക്ലോഡ് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അതായത് വെബ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ. നിങ്ങൾ ഇതിപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പിലും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മൊബൈലും യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ട്. ഒന്നാമത്തെ, നിങ്ങളിപ്പം ഫസ്റ്റ് ടൈം ക്ലോഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എടുക്കുന്നത് ഫ്രീ പ്ലാൻ ആയിരിക്കും. അതാണ് എല്ലാവർക്കും ഫസ്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ പ്രോ പ്ലാൻ ഉണ്ട്, മാക്സ് പ്ലാൻ ഉണ്ട്, ടീം ഉണ്ട്, എൻ്റർപ്രൈസ് ഉണ്ട്. അപ്പം ഇത് ഓരോ പ്ലാനിനും ഓരോ ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഫ്രീ പ്ലാനിൽ ഈ ടോക്കൺസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് ലിമിറ്റ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യണം, പിന്നെ അത് റീസെറ്റ് ആയിട്ട് പിന്നെയും ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പം പ്രോ മാക്സ്, ടീം, എൻ്റർപ്രൈസ് എന്നൊക്കെ പറയുമ്പം കുറച്ചൊരു ടോക്കൺസ് കിട്ടും, അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതിൽ കൂടുതൽ ടീമും എൻ്റർപ്രൈസും ഒക്കെ കമ്പനി ലെവലിൽ യൂസ് ചെയ്യുന്ന പാക്കേജ് ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻസും അതേപോലെ പ്ലാറ്റ്ഫോം അവൈലബിലിറ്റിയും. പക്ഷേ ഈ പ്ലാൻസൊക്കെ നിങ്ങൾക്ക് യൂസ് കേസ് നിങ്ങൾക്ക് അത്ര ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാൻസൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഫ്രീ ആയിട്ട് ജസ്റ്റ് ചാറ്റ് ചെയ്ത് ഒരു ആൻസർ ഒരു രീതിയിൽ കിട്ടണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് പ്ലാൻസ് ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ പ്ലാൻ മതി. അപ്പം അതൊക്കെ നോക്കിയും കണ്ടെടുക്കുക, വേണമെങ്കിൽ മാത്രം എടുക്കുക. ഒരിക്കലും നിങ്ങൾ പെയ്ഡ് പ്ലാൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ. അപ്പം ഇത് കൂടാതെ ക്ലോഡിന് കുറേ കാപ്പബിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കഴിവുകളുണ്ടെന്ന്. ആ കഴിവുകളും അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്ലോഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, ഈ ക്ലോഡ് ഏതൊക്കെ സ്ഥലത്താണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക, എവിടെയായിരിക്കും ക്ലോഡ് എക്സലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള കുറച്ച് ഡൊമൈൻസ് അല്ലെങ്കിൽ കാറ്റഗറീസ് അല്ലെങ്കിൽ
ടാസ്ക്, ഏതൊക്കെ ടാസ്കിനാണ് ക്ലോഡ് ബെസ്റ്റ് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ആ ഡൗട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പം എവിടെയൊക്കെയാണ് ക്ലോഡ് എക്സൽ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് റൈറ്റിംഗ് ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും റൈറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണി പോകുന്ന ഞാൻ പേടിപ്പിക്കല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ പണി, അതായത് മാനുവലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലോഡിൻ്റെ സഹായത്തോടെ അത് ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ബെറ്റർ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് ബെറ്റർ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പം ക്ലോഡ് റൈറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ അതിനൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൻ്റെ SEO ഫ്രണ്ട്ലി ഡിസ്ക്രിപ്ഷൻസ്, ടൈറ്റിൽസ്, തംബ്നെയിൽസ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോഡിനെ സമീപിക്കാം. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഈ ഒരു പർട്ടിക്കുലർ പ്രസൻറ്റേഷൻ തന്നെ ഞാൻ ഉണ്ടാക്കിയത് ക്ലോഡ് വെച്ചിട്ടാണ്. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ റിസർച്ച് ആൻഡ് നോളജ് സിന്തസിസ്. അപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഈ ക്ലോഡിന് ഒരു ലാർജ് കണ്ടെക്സ്റ്റ് വിൻഡോ ഉണ്ട്, അതായത് ഒരുപാട് ടോക്കൺസ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പം അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്താൻ പറ്റുന്നത്. അപ്പം ഈ ലാർജ് കണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 2 ലക്ഷം ടോക്കൺ മുതൽ 10 ലക്ഷം ടോക്കൺ വരെ അത് പ്രോസസ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്ലോഡ് പറയുന്നത്. ഇപ്പോൾ 2 ലക്ഷം പേജ് എന്നൊക്കെ 2 ലക്ഷം ടോക്കൺസ് എന്നൊക്കെ പറയുന്നത് അബൌട്ട് 500 പേജസ് ആണ്. അപ്പോൾ അത്രയും പേജും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ചിന് ഇത് ക്ലോഡ് ബെസ്റ്റാണ്. അതേപോലെ തന്നെ ഈ റിസർച്ച് ആൻഡ് അനാലിസിസ് ക്യാപ്പബിലിറ്റി പ്രോ, മാക്സ്, ടീം ആൻഡ് എൻ്റർപ്രൈസ് പ്ലാൻസിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഫ്രീയിലില്ല. ഫ്രീ എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ടോക്കൺ പ്രോസസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അവർക്ക് ഫ്രീ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഊറ്റിയെടുക്കുന്നവർക്കറിയാം, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ ഈ റിസർച്ച് ആൻഡ് അനാലിസിസിന് ക്ലോഡ് യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുണ്ട്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അറിയില്ല. ഓപ്പസ് 4.7 ആണ് ലേറ്റസ്റ്റ് പിന്നെ മോഡൽ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം റിസർച്ച് ആൻഡ് അനാലിസിസ് ക്ലോഡ് നടത്തുന്നത്. ഓക്കെ. പിന്നെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കോഡിംഗ് അസിസ്റ്റൻറ്റ്. കോഡിങ്ങിൽ ക്ലോഡ് ബെസ്റ്റാണ്. അപ്പം ക്ലോഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതില്ലേ ഓപ്പസ് 4.7, അതാണ് ഇവരുടെ മോസ്റ്റ് പവർഫുൾ മോഡൽ, ഇതുവരെ ഇറങ്ങിയതിൽ മോസ്റ്റ് പവർഫുള്ളും അതേപോലെ തന്നെ കോഡിങ്ങിൽ ദി മോസ്റ്റ് പവർഫുൾ ഇൻ ദി വേൾഡ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം ഓപ്പസ് 4.7 ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഞാൻ പറയാം, ഞാനിപ്പോൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഇത് വെർച്വൽ ഡെസ്ക്ടോപ്പിൽ എനിക്ക് ക്ലോഡ് ഇത് ഓപ്പസ് അവൈലബിൾ ആയിരുന്നു ലാസ്റ്റ് മന്ത്. അപ്പോൾ സാധാരണ ഈ സോണറ്റ് 4.6 ഒക്കെ യൂസ് ചെയ്യുമ്പം ജസ്റ്റ് 5x ടോക്കൺസ് മാത്രമേ അത് യൂസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓപ്പസ് 4.7 എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ 15x ആണ്, അത്രയും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ കമ്പനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ലിമിറ്റ് ചെയ്തു. ഇപ്പം നോർമൽ ഡെവലപ്പേഴ്സിനൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അല്ലെ ഇപ്പോൾ ആർക്കിടെക്ചേഴ്സിനൊക്കെ അത് യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് പെർമിഷൻ വേണം, എന്നാൽ മാത്രമേ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലായി. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും 15x അത്രയും കോസ്റ്റ് വരുന്നെങ്കിൽ ആ ഓപ്പസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. കാരണം സോണറ്റിനെ അപേക്ഷിച്ചിട്ട് ഓപ്പസ് ഭയങ്കര പവർഫുള്ളാണ്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് എൻഡ് സൈഡ് കോഡാണ്. പക്ഷേ ഫ്രണ്ട് എൻഡിൽ ഈ കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അജീര ടിക്കറ്റൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ ജസ്റ്റ് സോണറ്റ് മതി, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓപ്പസ് മെയിൻ തന്നെ വലിയ കോംപ്ലക്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പസ് അത്രയും പവർഫുൾ. അതുകൊണ്ടാണ് അത് അത്രയും പൈസയും വരുന്നത്. അപ്പം കോഡിങ്ങിൽ ഇത് ബെസ്റ്റാണ്. പിന്നെ വരുന്നത് പ്രോബ്ലം സോൾവിങ് ആൻഡ് റീസണിങ്. പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോഡ് സഹായിക്കും. അതേപോലെ റീസണിങ് പ്രോബ്ലം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഈസ് എ പ്രോബ്ലം സോൾവർ. പക്ഷേ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, അതേപോലെ കോഗ്നിറ്റീവ് ടാസ്ക്, അങ്ങനത്തെ ഒക്കെ ഇല്ലേ, സ്ട്രാറ്റജിക് തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതിൽ ബെസ്റ്റ് ഓപ്പസ് 4.7 ആണ്. പിന്നെ സോണറ്റിൻ്റെ 4.7 അത് ബെസ്റ്റാണ്. പിന്നെ വരുന്നത് ലേണിംഗ് ന്യൂ സ്കിൽ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ക്ലോഡിൻ്റെ പുതിയൊരു ഇതുണ്ട്, ക്ലോഡ് കോഡ്. അതൊരു IDE, AI IDE. ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല.
അതിൽ വരുന്ന ഒരു ഫീച്ചറാണ് ഇത്. ലേണിംഗ് മോഡ് ഉണ്ട്. ലേണിംഗ് മോഡ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ട്യൂട്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറാണ്. എനിക്കിപ്പോൾ പൈത്തൺ പഠിക്കണം. എനിക്ക് പൈത്തൻ്റെ ഒന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഞാൻ പൈത്തണിൽ സോൾവ് ചെയ്യാൻ പോകുമ്പം അതിൻ്റെ ആൻസർ ഡയറക്റ്റ് എനിക്ക് തരാതെ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളോട് ചിന്തിക്കാൻ പറയും. ചിന്തിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ തന്നെ അത് ചിന്തിച്ച് എഴുതിയ രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മളെ പഠിപ്പിക്കും. നമ്മളെങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുന്നത് അതേപോലെ രീതിയിൽ പഠിപ്പിച്ച് തരുമെന്നാണ് അത് പറയുന്നത്. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയാണ് ക്ലോഡ് ഈസ് എക്സലൻറ്റ്. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലോഡ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ എവിടെയൊക്കെയാണ് ക്ലോഡിന് കുറേ ഇൻ്റർഫേസസ് ഉണ്ട്, ഏതൊക്കെ രീതിയിൽ ക്ലോഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ക്ലോഡ് ആക്സസ് ചെയ്യാൻ പല രീതികളുണ്ട്. ഒന്നാമത്തേത് മോസ്റ്റ് യൂസ്ഡ് എന്ന് പറയുന്നത് Claude.ai എന്ന് പറഞ്ഞ ഡൊമൈനിലാണ്. അപ്പോൾ Claude.ai ആണ് നിങ്ങൾ സാധാരണ ക്ലോഡിൻ്റെ ആ ചാറ്റ് വിൻഡോ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ, ഇതാണ് പ്രൈമറി വെബ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലോഡ് കോഡ്, അത് AI പവേർഡ് IDE ആണ്. അതിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാം, റിവ്യൂ ചെയ്യാം, ഡിബഗ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാം. അത് ഓൾമോസ്റ്റ് സിമിലർ ടു ആൻറ്റിഗ്രാവിറ്റി ആയിരിക്കും. ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ക്ലോഡ് ഫോർ സ്ലാക്ക്. നിങ്ങൾക്ക് സ്ലാക്ക് കമ്മ്യൂണിക്കേഷൻ അറിയില്ല. ഇപ്പം കമ്പനിയിൽ ഈ ടീംസിന് പകരം യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളില്ലേ, അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലേ സ്ലാക്ക്. ആ സ്ലാക്കിലേക്ക് നിങ്ങൾക്ക് ക്ലോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോഡ് നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ ചാനൽസ്, ചാറ്റ്, നിങ്ങൾ അയച്ച ഫയൽസ്, എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലോഡിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് ലോഗൗട്ട് ആക്കി, പക്ഷേ കുറേ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ പിറ്റേ ദിവസം ക്ലോഡിനോട് ചോദിക്കുകയാണ്, ഏതൊക്കെ മെസ്സേജ് ആരുടെ നിന്നാണ് എനിക്ക് ഇന്നലെ വന്നത്, അതിലെന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ടോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോഡിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ബെറ്റർ റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം സ്ലാക്ക് എങ്ങനെയാണ് ക്ലോഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെയുള്ള വീഡിയോ അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അത് എനിക്കും ഒന്ന് പഠിച്ചെടുക്കണം, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ട്യൂട്ടോറിയൽ തരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് വേറൊരു ഇൻ്റർഫേസ്. പിന്നെ വരുന്നത് ക്ലോഡ് ഇൻ്റഗ്രേഷൻ ഇൻ എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സലിൽ നിങ്ങൾക്ക് ക്ലോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സലിൽ നിങ്ങൾ വർക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്കിപ്പം സെയിൽസ് ഡാറ്റ ഉണ്ട്. അത് ഈ കൂടുതലും എക്സലായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന HR ടീംസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ എക്സൽ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം. അപ്പം ഈ എക്സലിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോഡിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്ലോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം എന്താണ് ക്ലോഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതാണ് ക്ലോഡിനെ പറ്റിയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഓവർവ്യൂ. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കോഡിംഗ് റിലേറ്റഡും അതേപോലെ AI റിലേറ്റഡും. കോഡിങ്ങിൽ ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക, പക്ഷേ ഞാൻ ഇപ്പോഴും കൂടുതൽ ചെയ്യാൻ വിചാരിക്കുന്നത് AI റിലേറ്റഡ് ആണ്. ബിക്കോസ് ദാറ്റ്സ് എ ബൂമിങ് വൺ. അപ്പം അതിലായിരിക്കും എൻ്റെ കൂടുതൽ ഫോക്കസ് വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മലയാളത്തിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്ലോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക. ആരുടെയും ജോലി തെറിക്കുന്നുള്ള പേടി വേണ്ട. ജോലി പോവില്ല, പക്ഷെ ജോലി പോകും. ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്പറാണ്, നിങ്ങൾക്ക് AI യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് കമ്പനി ഇപ്പം നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് തന്ന് എത്ര ലെസ് ടൈമിൽ നിങ്ങൾക്കത് പ്രൊഡക്ഷനിൽ എത്തിക്കാൻ പറ്റും, ഈ ഒരു സാധനമാണ് നോക്കുന്നത്. അപ്പം അത്രയും ഫാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു സാധനം ഷിപ്പ് ചെയ്യണമെങ്കിൽ AI വേണം. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.